Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീപുരനഗരം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം അവതരിപ്പിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 8,000 രൂപ നമ്മൾ മന്ത്ലി വാടക കൊടുത്തിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതിയ പദ്ധതി കാലത്തേക്ക് നമ്മൾ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം MCF പണിയുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങുവാൻ നമ്മൾ നീക്കിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾ നമ്മൾ ആദ്യം ഒന്ന് വെച്ചിരുന്നു എങ്കിലും ഒരാളുടെ ആപ്ലിക്കേഷനാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും നമ്മൾ ടെൻഡർ നടപടികളിലേക്ക് കടന്നു. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ അത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് ഈ പറയുന്ന 25 സെന്റിൽ കുറയാത്ത സ്ഥലം നമ്മൾ വാങ്ങുവാനുള്ള ഒരു പദ്ധതി ഈ വർഷം നമ്മൾ എടുക്കുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ പദ്ധതി കാലത്ത് നമ്മൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കിച്ചൺ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ പദ്ധതികൾ ആ പണി മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വരുന്ന 30-ാം തീയതിക്കുള്ളിൽ തന്നെ നമുക്കത് തുറന്നു കൊടുക്കുവാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് നമുക്ക് തുറന്നു കൊടുക്കുവാനുള്ള മാർഗം കണ്ടെത്താം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് ഭരണപ്രതിപക്ഷ വ്യതിയാനങ്ങളില്ലാതെ പരമാവധി ജനപക്ഷമാക്കുന്നതിനും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ കരുതലും കൈത്താങ്ങാകുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഉൽപ്പാദന സേവന പശ്ചാത്തല മേഖലകളിലെ അടിസ്ഥാന സൗകര്യം വികസനത്തിനും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പുതിയ പ്രാധാന്യത്തോടുകൂടി പൂർത്തീകരിക്കാൻ പൂർണ്ണമായും കഴിയും എന്ന വിശ്വാസത്തോടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് 2025-26 ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. മാലിന്യ സംസ്കരണം പ്രവർത്തനങ്ങൾക്കും പാർപ്പിട മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഇഷ്ടപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA അൻവർ സാദറുകളുടെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട അംഗങ്ങളെ അറിയിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഗ്രാമവണ്ടി ഇക്കൊല്ലവും പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ MCF സ്ഥലം കണ്ടെത്തുന്നതിനും പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വന്ന വിവിധ നിർദ്ദേശങ്ങൾക്ക് ആവശ്യമായ പരിഹാര മാർഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷേ ദീർഘവീക്ഷണം, അതായത് വരും തലമുറയ്ക്ക് പ്രയോജനകരമാകുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന എന്താണ് നമ്മുടെ ഈ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 20 വർഷം കൊണ്ടോ ചിന്തിച്ചു നോക്കേണ്ടത്. മറ്റു ദിവസം നമ്മൾ നാട്ടിലേക്ക് ചിലപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ താൽക്കാലികമാണ്, എല്ലാം നിലനിൽക്ക് പോകുന്നില്ല. ഇപ്പം പഞ്ചാബ് പ്രദേശം തുടങ്ങി നല്ല രീതിയിൽ തുടങ്ങി നിലവിലുള്ള വീട് ഒഴിയണം, വാടക വീട് ഒഴിയണം. പല സ്ഥലത്തും ഞാനും ടീച്ചറും ഒക്കെ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. 2,000 രൂപ വാടകയ്ക്കൊന്നും ആരും തരാത്തൊരവസ്ഥയുണ്ട്. അവസാനം ഞങ്ങൾ മുട്ടാൻ തീരുമാനിച്ചത് ലെറ്റർ ഞാൻ എഴുതി പകുതിയാക്കി വെച്ചേക്കാം. അവിടുത്തെ ഒരു മദ്രസയുണ്ട് തൈക്കാവ് മസ്ജിദ് തൗഹീദ്, അവരോട് റൂം ചോദിക്കാനുള്ള രേഖാമൂലം കുറക്കാൻ പറഞ്ഞേക്കാണ്. അത് നോക്കട്ടെ, കമ്മിറ്റി പാസ്സാക്കണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിരിക്കണം. അതാണ് അവിടുത്തെ ഒരു ദയനീയമായ അവസ്ഥയാണത്. 13-ാം വാർഡിലെ ജനസാന്ദ്രത കൂടിയ വാർഡാണ് 13-ാം വാർഡ്. മിക്കവാറും കുട്ടികൾ തൊട്ടപ്പുറത്ത് അംഗൻവാടി പോയി പഠിക്കുന്നു. ഇവിടെ നല്ല സൗകര്യങ്ങളില്ലാത്തതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തി തീർച്ചയായിട്ടും പോകണം എന്നുള്ളതാണ് എനിക്ക് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ദീർഘവീക്ഷണത്തോടുകൂടി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നു. പരമാവധി മേഖലകളെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നല്ലതാണ്. പക്ഷേ നാളത്തേക്ക് ചില ഒരു മേഖലകളെ കൂടി ഫണ്ട് ഉൾപ്പെടുത്താവുന്ന സാഹചര്യം നമ്മൾ ഇതിൻ്റെ ലഭ്യതയിൽ നിന്നുകൊണ്ട് തന്നെ ആ പോരായ്മകൾ കൂടി പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യമേ തന്നെ നമുക്കറിയാം, എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം. ആ കളിക്കളത്തിന് നമുക്ക് ഏതെങ്കിലും കളിക്കളം വാങ്ങാനായിട്ട് എങ്ങനെ പോയാലും നമുക്കൊരു ഇന്നത്തെ ഭാവി തലമുറയ്ക്ക് അത് ആവശ്യമാണ്. അപ്പോൾ കളിക്കളത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ വകയിരുത്തണം. അവിടുത്തെ ഫർണിച്ചറുകൾ അവിടുത്തെ ബുക്കുകളെല്ലാം പണ്ട് 88-ന് മുമ്പ് വാങ്ങിച്ച ബുക്കുകളാണ്. അതിനുശേഷം അംശയ്ക്ക് മാറ്റുമ്പോൾ കുറച്ച് ബുക്കുകളാണ് വാങ്ങിച്ചത്. അതിനുശേഷം പക്ഷേ അവിടെ പുതിയ ബുക്കുകൾ കണ്ടെത്തും. പുതിയ പുസ്തകങ്ങൾ വാങ്ങി
അവരെ വായനയിലേക്ക് നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ അറിയാം. ചെറുപ്പക്കാരൊക്കെ ഇവിടെ പോകുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ ഈ വായനശാലകൾ, പഴയ കാലത്തൊക്കെ വായനശാലകളും കലാശാലകളും ഉണ്ടായി. ഇന്നതല്ല, അതിലേക്ക് പോകുന്നു. അപ്പോൾ അത് ജനങ്ങളെ, ചെറുപ്പക്കാരെയും അതായത് പ്രായമായവരെ ആകർഷിക്കാനും അവർക്ക് ഇരിക്കാനും വായിക്കാനും ഒക്കെ നല്ല വായനശാല നമ്മൾ. ആകെ ചെലവുകൾ 32,40,57,648. നീക്കി ബാക്കി 61,28,518. വസ്തു നികുതി 67 ലക്ഷം. തൊഴിൽ നികുതി 30 ലക്ഷം. ആകെ നികുതി വരവ് 97 ലക്ഷം. സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാടക 7,50,000. ഓഡിറ്റോറിയം ഹാൾ വാടക 8 ലക്ഷം. ആകെ 15,50,000. രജിസ്ട്രേഷൻ ചാർജ് ഫീസ് 1,10,10,000. ലൈസൻസ് ഫീസ് 6,50,000. പെർമിറ്റ് ഫീസ് 20 ലക്ഷം. സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ഫീ 60,000. ഫൈൻ 3 ലക്ഷം. 33,01,86,166 രൂപ വരവും 32,40,57,648 രൂപ ചിലവും 61,28,518 രൂപ മിച്ചം നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റിൽ ഉത്പാദന മേഖലയ്ക്ക് 1,16,97,580 രൂപയും സേവന മേഖലയ്ക്ക് 13,53,03,360 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 3,05,36,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ കാർഷിക, ജലസംരക്ഷണ, മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് 1,16,97,580 രൂപയും ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള പാർപ്പിട മേഖലയ്ക്ക് 5,52,85,110 രൂപയും പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് 88,44,690 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഭാഗമായി പഞ്ചായത്തിന് സ്വന്തമായി ഒരു MCF പണിയുക എന്ന ലക്ഷ്യത്തിനായി സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി 50 ലക്ഷം രൂപയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപയും അനുവദിച്ച് അംഗീകരിച്ചിട്ടുള്ളതാണെന്ന വിവരവും ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.